ബ്രില്യൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോകും. നല്ലൊരു എഡ്യൂക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. നല്ലൊരു കോച്ചിങ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിൽ നിന്നാണ്. ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ എൻട്രൻസ് എക്സാമിനെ കുറിച്ച് അതൊക്കെ അറിഞ്ഞു. നമ്മൾ പേപ്പർ കൂടെ അറിഞ്ഞു, ന്യൂസിൽ കൂടെ അറിഞ്ഞു. അങ്ങനെ നമ്മുടെ കേരളത്തിൻ്റെ 14 ജില്ലകളിലുമായി IIT എയിംസിൻ്റെയും ഫൗണ്ടേഷൻ്റെയും സ്ക്രീനിങ് ടെസ്റ്റ് ഡിസംബർ 4 തീയതി നടന്നു. 14 ജില്ലകളിലെയും 40ഓളം സെൻറ്ററുകളിലാണ് എക്സാമുകൾ നടന്നത്. നമുക്കിപ്പോൾ കാണാം, നിരവധി വിദ്യാർത്ഥികളും പേരൻസുമാണ് നമ്മുടെ ഈ ബ്രില്യൻ സ്റ്റഡി സെൻറ്ററിൻ്റെ ക്യാമ്പസിലേക്ക് എത്തുന്നത്. സോ നമുക്കിവിടെ വന്നിരിക്കുന്ന പേരൻസിനോടും വിദ്യാർത്ഥികളോടും നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് അവരുടെ ഈ ഒരു എക്സാമിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകളൊക്കെ എന്ന്. പിന്നെ അതിനുശേഷം നമുക്കറിയാം, എക്സാമുകൾക്ക് ശേഷം വിദ്യാർത്ഥികൾ ഇറങ്ങി വരുമ്പോൾ നമുക്ക് അവരുടെ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു നമ്മുടെ എക്സാംസ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ബ്രില്യൻ്റെ പ്രവേശന പരീക്ഷയ്ക്കായിട്ട് എത്തിയിരിക്കുകയാണ്. മോളുടെ പേരെന്താ? ചെറിൽ റോസ് ബെലോൺ. ഓക്കെ, എവിടെ നിന്നാണ് വരുന്നത്? ഞങ്ങൾ ഡൽഹിയിൽ നിന്നാണ് വരുന്നത്. ഡൽഹിയിൽ നിന്നാണ്. ഓക്കെ, എങ്ങനെയാണ് അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിൻ്റെ ഈ ഒരു എൻട്രൻസ് എക്സാമിനെ കുറിച്ച്? അതൊക്കെ അറിഞ്ഞു. നമ്മൾ പേപ്പർ കൂടെ അറിഞ്ഞു, ന്യൂസിൽ കൂടെ അറിഞ്ഞു. അങ്ങനെയൊക്കെയാണ് ഞങ്ങൾ അറിഞ്ഞത്. ഓക്കെ, മോൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? നീറ്റ് പാസ്സാകാൻ AFMCയിൽ പോകണം. ഓക്കെ, AFMCയിൽ പോകണം. ഓക്കെ, അപ്പോൾ ഇതാ നമ്മുടെ ഫൗണ്ടേഷൻ കോഴ്സിൻ്റെ എക്സാം എഴുതാൻ വേണ്ടിയിട്ട് മിടുക്കിയായിട്ട് പ്രിപ്പയർ ചെയ്തൊരു കുട്ടി എത്തിയിട്ടുണ്ട്. മോളുടെ പേരെന്താ? പാർവതി. ഭയങ്കര കോൺഫിഡൻ്റ് ആണ്. നന്നായിട്ടൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? കേട്ടോ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. ആ പറയുന്ന പറച്ചിൽ തന്നെ ഉണ്ട്. മോളുടെ പേര്? നിവേദിത. ഓക്കെ, എങ്ങനെയാണ് ബ്രില്യൻറ്റിനെ കുറിച്ച് അറിയുന്നത്? ഈ ഒരു പ്രോഗ്രാമിൽ ജോയിൻ ചെയ്യണം. ഞാൻ ബ്രില്യൻറ്റിൻ്റെ സ്കൂൾ പ്ലസിലുണ്ടായിരുന്നു, ഫൗണ്ടേഷൻ. ഓക്കെ, ഓൾറെഡി നമ്മുടെ പ്രോഗ്രാമിലുള്ള വിദ്യാർത്ഥിയാണ് അല്ലേ? ഓക്കെ, അപ്പോൾ എന്താണ് ലക്ഷ്യം വെക്കുന്നത്? ഡോക്ടർ ഓർ എഞ്ചിനീയർ? ഡോക്ടർ. അപ്പോൾ നമ്മുടെ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് അവിടെ തുടങ്ങിക്കഴിഞ്ഞ് വിദ്യാർത്ഥികളെല്ലാം വളരെ കോൺഫിഡൻ്റായി അവരുടെ എക്സാം എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവരെ വെയിറ്റ് ചെയ്തിരിക്കുന്ന പേരൻസാണ് ഇവിടെ. നമുക്കറിയാം, നമ്മുടെ എക്സാം ടൈം കഴിയുന്നത് വരെ നമ്മുടെ പേരൻസ് അവരോടൊപ്പം ഇവിടുന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്നവരാണ്. അപ്പോൾ നമുക്ക് അവരോടൊക്കെ ചോദിക്കാം. സാർ നമസ്കാരം. പേര് അലക്സ്. മോളാണോ മോനാണോ? മോള്. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10ാം ക്ലാസ്സിൽ. ഈ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ കുറിച്ചൊക്കെ എങ്ങനെയാണ് അറിയുന്നത്? അത് നേരത്തെ എൽഡർ സിസ്റ്ററോടെ പഠിച്ചിട്ടുണ്ട്, മൂത്ത മോളോട് പഠിച്ചിട്ടുണ്ട്. ആളിപ്പോൾ എന്ത് ചെയ്യുന്നു? ആളിപ്പോൾ MBBS പഠിക്കാം. എവിടെയാണ് പഠിക്കുന്നത്? ഡൽഹിയിൽ. ഈ ബ്രില്യൻറ്റിലെ ഒരു 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്? ഞാൻ അറിയുന്നത് എൻ്റെ ബ്രദർ ഇവിടെ പഠിച്ച REC കിട്ടിയായിരുന്നു നേരത്തെ. പിന്നെ ഇവിടുത്തെ യൂട്യൂബ് ചാനൽ പിള്ളേർക്കെല്ലാം വലിയ ഇഷ്ടമാണ്. അവരത് വെച്ച് കാണും. പിള്ളേരുടെ ജയിച്ച കഥയൊക്കെ കേൾക്കുമ്പോൾ അവർക്ക് വലിയ ഒരു താല്പര്യമാണ് തോന്നുന്നത്. ഇൻസ്പിറേഷനാണ്, വലിയൊരു ഇൻസ്പിറേഷനാണ്. ബ്രില്യൻറ്റിലെ ഒരു ഫൗണ്ടേഷൻ പ്രോഗ്രാമിനെ കുറിച്ച് എങ്ങനെയാണ് അറിഞ്ഞത്? ഞാൻ ഇൻ്റർനെറ്റിൽ നിന്നാണ് അറിഞ്ഞത്. പിന്നെ ഞാൻ ഇവിടുത്തെ ഒരു പഴയ സ്റ്റുഡൻ്റാണ്. അപ്പോൾ അതുകൊണ്ട് ബ്രില്യൻറ്റിനെ പറ്റി അറിയാമായിരുന്നു. ഓക്കെ, ബ്രില്യൻറ്റിലെ സ്റ്റുഡൻ്റ് ആയിരുന്നു? ആദ്യകാല സ്റ്റുഡൻ്റ് ആയിരുന്നു. ഓക്കെ, ഉള്ളപ്പോൾ. ഓക്കെ, അപ്പോൾ മേഡം എന്തായിരുന്നു ബ്രില്യൻറ്റിലെ? എഞ്ചിനീയറിങ്ങിൻ്റെ കോച്ചിങ്ങിനാണ് പഠിച്ചത്. അതെ. ഇപ്പം മേഡം? ഞാൻ எலக்ட்ரிசிட்டி போர்டில் அசிஸ்டன்ட் இன்ஜினியராகிட்டு ஒர்க் செய்கிறேன். என்னோட ஒர்க் பண்ண டீச்சரோட பையன் இங்கே படித்து 2 இயர்ஸ் பேக் வந்து IIT செலக்ட் ஆகி IIT மெட்ராஸில் பண்ணுறாப்புல. அவங்க வந்து இந்த என்ட்ரன்ஸ் எக்ஸாம் சொன்னாங்க. நான் ஒரு தடவை எழுதிட்டு இது 2வது தடவை எழுதுகிறேன். அந்த தடவை அவன் செலக்ட் ஆகிட்டான். இருந்தாலும் இன்னும் கொஞ்சம் ஸ்காலர்ஷிப் கிடைக்கும் அப்படிங்கிறதுக்காக செகண்ட் டைம் அட்டன் பண்ணுறான். 2 കസിൻ സിസ്റ്റേഴ്സ് ഇവിടെ MBBSന് കിട്ടിയിട്ടുണ്ട്. MD കഴിഞ്ഞ് 2 ഡോക്ടേഴ്സായി. അപ്പോൾ അതിൻ്റെ മോട്ടിവേഷനാണ്. മോളിപ്പോൾ എത്രയിലാണ്? 5ലാണ് പഠിക്കുന്നത്. 5ലാണ് പഠിക്കുന്നത്. അപ്പോൾ ഫൗണ്ടേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പാണ് അല്ലേ? 5ാം ക്ലാസ്സിൽ തുടങ്ങുന്നു. അപ്പോൾ 5ാം ക്ലാസ്സിൽ നിന്ന് തന്നെ നമ്മുടെ ബ്രില്യൻറ്റിലെ കോച്ചിങ്ങും കൂടെ ഉണ്ടെങ്കിൽ മോളുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ പറ്റുമെന്നൊരു വിശ്വാസം അല്ലേ? എങ്ങനെയാണ് അമ്മയ്ക്ക് എന്താണ് ബ്രില്യൻറ്റിനെ കുറിച്ച് എങ്ങനെയാണ് അറിയുന്നത്?
ബ്രില്യൻറ്റിൽ വന്നു കഴിഞ്ഞാൽ പിള്ളേരുടെ ആറ്റിറ്റ്യൂഡ് തന്നെ മാറിപ്പോവും. ഇപ്പം ഞാൻ വിട്ടേക്കണത് എൻ്റെ കൊച്ചിന് മെഡിസിൻ ആകാൻ ഡോക്ടർ ആകാനാണോ എഞ്ചിനീയർ ആകാനാണോ ഒന്നും അവൾ കുഞ്ഞാണ്, അവൾക്ക് അതിനെക്കുറിച്ചൊന്നും അറിയില്ല. അപ്പോൾ ഇവിടെ വന്ന് ഇതൊക്കെ കിട്ടുകയാണെങ്കിൽ ഇവിടുത്തെ സാറന്മാരും കുട്ടികളുടെ കൂടെയുള്ളതും അപ്പോൾ അവൾക്ക് എന്താകണം എന്നൊരു ചിന്ത മനസ്സിൽ വരും, ഉറപ്പായിട്ടും വരും. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു ഫൗണ്ടേഷൻ ടെസ്റ്റ് എഴുതിപ്പിക്കണം എന്നൊരാഗ്രഹം മനസ്സിൽ വന്നത്. വേറൊരു കാര്യം, ഇവർ എക്സാം പേടി പോകും. ഇവർ കാരണം ഒരുപാട് എക്സാം അറ്റൻഡ് ചെയ്യുന്ന കുട്ടികളാണ്. അതുകൊണ്ട് തന്നെ ഇവർക്കൊരു വലിയ എക്സാം എന്തും ആയിക്കോട്ടെ, വലിയൊരു എക്സാം അറ്റൻഡ് ചെയ്യണതിന് ഒരു പേടി ഉണ്ടാവില്ല. ഒരുപാട് ഗുണങ്ങൾ, ഇതൊക്കെ ഇതിൻ്റെ ഗുണങ്ങളാണ്. ഒരു കുട്ടിയുടെ ക്യാരക്ടർ ഫോം ചെയ്യാനൊക്കെ വളരെ ഉപകാരമാണ് ഇവിടുത്തെ സ്റ്റഡി. നല്ലൊരു എഡ്യൂക്കേഷനാണ് ഇവിടെ കൊടുക്കുന്നത്. എനിക്ക് ഇരട്ട കുട്ടികളാണ്, എനിക്ക് ഗേൾസാണ്. അവർ രണ്ടുപേരും 6th സ്റ്റാൻഡേർഡ് തൊട്ട് ഫൗണ്ടേഷനിൽ ഉള്ള കുട്ടികളാണ്. നമുക്ക് ബ്രില്യൻ്റ് വളരെ ഹെൽപ്ഫുൾ ആയതുകൊണ്ട് തന്നെയാണ് ഞങ്ങളത് ഒരു മുന്നോട്ട് കണ്ടിന്യൂ ചെയ്യുന്നതും നമുക്ക് ബെനിഫിറ്റഡുമാണ്. ഫൗണ്ടേഷൻ കോഴ്സിനെ കുറിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ ഇപ്പോഴാണ് അറിയുന്നത്. എൻ്റെ മൂത്ത മോൻ ഈ 2 ഇയർ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ബാച്ചിനകത്ത് കയറി ചാവറ സ്കൂളിൽ പഠിക്കുന്നുണ്ട്. അപ്പം മോൻ വന്ന് അവിടെ പഠിച്ചു തുടങ്ങിയപ്പോഴാണ് മോൻ പറയുന്നത് കൂടുതലുള്ള കുട്ടികളൊക്കെ 5ാം ക്ലാസ് മുതലേ എഴുതി 6ാം ക്ലാസ് മുതൽ ഫൗണ്ടേഷൻ ചെയ്ത കുട്ടികളാണ്. അപ്പോൾ അവർക്ക് ഒത്തിരി കൂടെ ബെനിഫിഷ്യലാണ് എന്നുള്ള അവൻ പറഞ്ഞപ്പോൾ മോൻ പറഞ്ഞതുപോലെയാണ് ഞാൻ ഇളയ മോനെ ഇത് എഴുതിച്ചത്. നമ്മൾ യൂട്യൂബ് വഴിയാണ് ഫൗണ്ടേഷൻ കോഴ്സിനെ പറ്റി അറിഞ്ഞത്. പിന്നെ ബ്രില്യൻ്റ് എന്ന് പറയുമ്പോൾ തന്നെ പൊതുവേ നല്ലൊരു പേരും ഒക്കെ ഉള്ളൊരു സ്ഥാപനമാണല്ലോ. പിന്നെ ക്ലാസ്സുകളാണെങ്കിൽ നമ്മൾ ഓൺലൈനായിട്ടുള്ള ക്ലാസ്സുകളെല്ലാം അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല അഭിപ്രായമാണ്. നമുക്ക് ഒരു ആഗ്രഹത്തിലുപരി, അതായത് നല്ലൊരു കോച്ചിങ് കിട്ടുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവർക്ക് ടെസ്റ്റുകളെയൊക്കെ ആണെങ്കിൽ അഭിമുഖീകരിക്കാനുള്ളൊരു ടെൻഷനും ആ പേടിയൊക്കെ ഒന്ന് മാറി കിട്ടുക എന്നൊക്കെയുള്ളതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. പിന്നെ ഡോക്ടർ എഞ്ചിനീയർ ആകുന്നതിലുപരി നല്ലൊരു നല്ലൊരു വ്യക്തിത്വം രൂപീകരിച്ചെടുക്കുക എന്നുള്ളതാണ്. വിദ്യാഭ്യാസത്തിന് അതിനൊരു വലിയൊരു ഘടകമാണല്ലോ, അതാണ് നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിച്ചത്. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് കഴിഞ്ഞ് നമ്മുടെ വിദ്യാർത്ഥികളും പേരൻസും എല്ലാം വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇറങ്ങി വരുന്നത്. നമ്മൾ എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു, എളുപ്പമായിരുന്നു. ഓക്കെ, അവള് കരാട്ടെ ബ്ലാക്ക് ബെൽറ്റ് സെക്കൻഡ്, പിന്നെ സ്വിമ്മിങ്ങിൽ എന്താ സ്റ്റേറ്റ് മെഡലിസ്റ്റ് ആണ് അവളുടെ ഫീൽഡ്. ജാവലിന് മെഡലുണ്ട്, കബഡിക്ക് മെഡലുണ്ട്, പിന്നെ വോളിബോളിന് മെഡലുണ്ട്, പിന്നെ എന്നായിരുന്നു ഖോഖോ. അത്രയും സ്പോർട്സിൻ്റെ ആളാണ്. ഈ ടെസ്റ്റിലൂടെ പ്രാപ്തമായി കഴിഞ്ഞാൽ മോൾ ഇനി ആഗ്രഹിക്കുന്ന പോലെ ലക്ഷ്യം NIT or IIT അല്ലേ? ഓക്കെ, ഒരു എഞ്ചിനീയർ ആവണമെന്നാണ് മോൾ ആഗ്രഹിക്കുന്നത്. ഓക്കെ, എങ്ങനെയാണ് ഈ ഒരു ബ്രില്യനെ കുറിച്ച്? കഴിഞ്ഞ വർഷം എൻ്റെ മകൻ ഇവിടുന്ന് പാസ് ഔട്ട് ആയതാണ്. അവൻ ആദ്യത്തെ ചാൻസിൽ തന്നെ അഭിമാന പുരസ്സരം ഞാൻ പറയാം, NIT കാലിക്കറ്റിൽ കമ്പ്യൂട്ടർ സയൻസിൽ ഇപ്പോൾ 2ാം വർഷത്തെ ആദ്യ സെമസ്റ്റർ ഈ 8ാം തീയതി തീരും. അപ്പോൾ ഇതാ നമ്മുടെ സ്ക്രീനിങ് ടെസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് വിദ്യാർത്ഥികൾ ഇറങ്ങിയിരിക്കുകയാണ്. എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? കുഴപ്പമില്ലായിരുന്നു. ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? 10th. സ്ക്രീനിങ് ടെസ്റ്റ് എളുപ്പമായിരുന്നു? കുഴപ്പമില്ലായിരുന്നു. പ്രിപ്പയർ ചെയ്ത പോലെയൊക്കെ തന്നെ നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റുമോ? ഈ ഒരു സമയത്ത് ബ്രില്യൻറ്റിൻ്റെ ഒരു ലൈവ് ക്ലാസ്സുകളും എക്സാമുകളൊക്കെ ഉണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി, സ്ക്രീനിങ് ടെസ്റ്റിന് വേണ്ടിയിട്ട് ബ്രില്യൻറ്റിൻ്റെ യൂട്യൂബ് ചാനലിൽ. അതൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതും ഇപ്പോൾ വന്നിരിക്കുന്ന എക്സാമൊക്കെ ആയിട്ട് ഒരുപാട് യൂസ്ഫുൾ ആയിരുന്നു. ഒരുവിധം അതിനകത്ത് വന്ന ക്വസ്റ്റ്യൻസും സെയിം പാറ്റേൺ ആയിരുന്നു. മോള് ഇവിടുന്ന് എക്സാമിന് പോകുന്ന സമയത്ത് അമ്മ ഭയങ്കര പോസിറ്റീവ് റിവ്യൂ ഒക്കെ പറഞ്ഞിട്ടാണ് പോയിരുന്നത്. എങ്ങനെ ഉണ്ടായിരുന്നു മോൾക്ക് എക്സാം? ഭയങ്കര ഈസി ആയിരുന്നു എക്സാം. നന്നായിട്ട് എഴുതാൻ പറ്റി? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം? ഈസി ആയിരുന്നു, വളരെ ഈസി ആയിരുന്നു. വളരെ ഈസി അല്ലായിരുന്നു, കുറച്ച് ഈസി ആയിരുന്നു. ഓക്കെ.